ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPOനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രത്തോളം IPO വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് IPOകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ തിരക്കേറിയൊരു IPO കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കമ്പനീനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബ്രാൻഡ്സ് ഫ്രാഞ്ചൈസ് ആണ് ഇവർ. അതായത് നമ്മൾ KFC പോലുള്ള പിസ്സ ഹട്ട് പോലുള്ള ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസ് എടുത്ത് നടത്തുന്ന ഒരു കമ്പനിയാണ് ഇത്. കുറച്ചു കാലം മുമ്പ് നടന്ന ദേവയാനി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ IPOനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അതേപോലുള്ളൊരു വർക്കിംഗ് സ്റ്റൈലിൽ മുന്നേറുന്ന ഒരു കമ്പനിയാണ് സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. 2020 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്രാഞ്ചൈസാണ് ഇവരുടേത്. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിലും ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. 2021 ഫിനാൻഷ്യൽ ഇയറിലെ കണക്ക് പ്രകാരം ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ QSR ചെയിൻ നടത്തുന്നത് ഇവരാണ്. മാർച്ച് 31, 2021 വരെയുള്ള കണക്ക് പ്രകാരം കമ്പനി 204 KFC റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യയിലും മാൽദീവ്സിലുമായിട്ട് നടത്തുന്നുണ്ട്. 231 പിസ്സ ഹട്ട്സിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യയിലും ശ്രീലങ്കയിലും മാൽദീവ്സിലായിട്ട് നടത്തുന്നുണ്ട്. 2 ടാക്കോ ബെൽ റെസ്റ്റോറൻറ്റ്സ് ശ്രീലങ്കയിലും നടത്തുന്നുണ്ട്. ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ കമ്പനീൻ്റെ ബിസിനസ് വളരെ ഗ്രാജുവലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ് ഒക്കെ അടങ്ങുന്ന ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ കമ്പനീൻ്റെ ഔട്ട്ലെറ്റ്സ് 376 നിന്നും 437 ഉയർന്നിട്ടുണ്ട്. 2019 ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ 376 റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. 2021 ആകുമ്പോൾ അത് 437 ഉയർന്നിട്ടുണ്ട്. നല്ലൊരു ബിസിനസ് രീതിയായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അതിന് ഇവരുടെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളതും. പിന്നെ ഇവരുടെ ഒരു ഇൻഹൗസ് സപ്ലൈ ചെയിൻ, അതിൻ്റെ ഫങ്ഷൻസൊക്കെ വളരെ മറ്റുള്ളവരുമായിട്ട് നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ 5 സിറ്റീസിലായിട്ട് ഇവർക്ക് വെയർഹൗസ് ഉണ്ട്. ഇവരുടെ പാക്കിംഗ്, വെയർഹൗസിങ്, ലോജിസ്റ്റിക്സ് ഒക്കെ മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചൊരു നല്ല സ്കെയിലിൽ തന്നെയാണ്. കമ്പനീൻ്റെ പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസാണ് ഇവർ. പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ QSR ചെയിൻ, പിന്നെ മാൽദീവ്സിലും ഇവർക്ക് ബിസിനസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഇവർ റവന്യൂവിൻ്റെ ബേസിൽ തന്നെ ഏറ്റവും വലിയൊരു ഫ്രാഞ്ചൈസായി മാറിയിരിക്കുകയാണ്. ഇവരുടെ റവന്യൂ അത്രക്കും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നല്ല റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസിനാണ് കമ്പനി എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. പിന്നെയുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഓപ്പറേഷണൽ എക്സസ്. ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും കമ്പനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പിന്നെയുള്ളൊരു പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് പറയുന്നത് സ്കെയിലബിൾ ബിസിനസ് മോഡലാണ്. അനന്തമായ സാധ്യതയുള്ളൊരു ബിസിനസ് മോഡലാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സിറ്റീസൊക്കെ കൂടി വരുവാണ്. നഗരവൽക്കരണം വളരെ വളരെ മുന്നിട്ട് നടക്കുവാണ്. ഒരു സിറ്റീൻ്റെ ഓരോ മുക്കിനും മൂലക്കും ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകളും കുഞ്ഞു കുഞ്ഞു കൂൾ ബാറുകളൊക്കെ വളർന്നു വരുന്നൊരു കാലം. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾക്ക് എക്കാലത്തും നല്ലൊരു സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളത് ഇവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. ഒബ്ജക്ട്സ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം 1,75,69,941 ഇക്വിറ്റി ഷെയറുകൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ ഷെയറുകൾ വിറ്റ് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു IPOക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഒന്നുമില്ല. IPO സൈസ് വരുന്നത് കംപ്ലീറ്റ് ഓഫർ ഫോർ സെയിലാണ്. അതായത് നിലവിലത്തെ അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ, അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഷെയറുകൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ IPO വഴി അവർ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കമ്പനിക്ക് നേടാൻ വേണ്ടിയിട്ട് എന്നാണ്. ലിക്വിഡിറ്റി, ബ്രാൻഡ് നെയിം, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ഇവയ്ക്കാണ് കമ്പനി പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത് കമ്പനിയുടെ ബ്രാൻഡ് നെയിമിൻ്റെ എൻഹാൻസിങ്ങിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സഫയർ ഫുഡ്സ് IPOയുടെ ടൈം ടേബിളാണ്. IPO ഓപ്പൺ ചെയ്യുന്നത് നവംബർ 9 IPO ക്ലോസ് ചെയ്യുന്നത് നവംബർ 11 ബേസിസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് നടക്കുന്നത് നവംബർ 16 ഇനീസിയേഷൻ ഓഫ് റീഫണ്ട്സ് വരുന്നത് നവംബർ 17 ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് നടക്കുന്നത് നവംബർ 18 IPO ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് നവംബർ 22 2,073.25 കോടി രൂപയുടെ ഇഷ്യൂ സൈസുമായിട്ടാണ് കമ്പനി മാർക്കറ്റിലേക്ക് വരുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഓഫർ ഫോർ സെയിലാണ് നടക്കാൻ പോകുന്നത്. ഈ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ ഒബ്ജക്ട്സ് ഓഫ് ദി ഇഷ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഇല്ല, ഓഫർ ഫോർ സെയിൽ മാത്രമേ നടക്കാനുള്ളൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയൊക്കെ കയ്യിലിരിക്കുന്ന ഓഹരികൾ വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ IPO വഴി ശ്രമിക്കുന്നത്. 10 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ് ഫേസ് വാല്യൂ. 1,120 രൂപ മുതൽ 1,180 രൂപ വരെയാണ് പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 12 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു ലോട്ട്.
അപ്പോൾ നമ്മുടെ മിനിമം ആപ്ലിക്കേഷനായ ഒരു ലോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 14,160 രൂപയാണ് നമുക്ക് മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് ആയിട്ട് വേണ്ടത്. മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷനായ 14 ലോട്ടുകളിൽ 168 എണ്ണം ഷെയറുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മാക്സിമം ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1,98,240 രൂപയാണ്. കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സമ്മറിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഫിഗേഴ്സൊക്കെ കോടികളിലാണ്. 2019, 2020, 2021 പിന്നെ 2022 ഫിനാൻഷ്യൽ ഇയറിലെ Q1 ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ മൂന്നാമത്തെ റോയെ നെറ്റ് ഇൻകം പരിഗണിക്കുകയാണെങ്കിൽ കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2019 69.1 കോടി രൂപയുടെ നഷ്ടവും ഫിനാൻഷ്യൽ ഇയർ 2020 അത് 164.2 കോടി രൂപയുടെ നഷ്ടമായിട്ട് മാറി. 2021 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ അത് 104.1 കോടി രൂപയുടെ നഷ്ടവും. ഫിനാൻഷ്യൽ ഇയർ 2022 Q1 ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും 25.4 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. അപ്പോൾ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഭാഗം നോക്കുമ്പോൾ വളരെ നിരാശാജനകമായൊരു പെർഫോമൻസാണ് കമ്പനി കാഴ്ചവെക്കുന്നത്. നഷ്ടത്തിലാണ് കമ്പനി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2021 ഫിനാൻഷ്യൽ ഇയർ പ്രകാരമുള്ള കമ്പനിയുടെ വാല്യൂഷൻ നമുക്ക് നോക്കാം. ഏർണിംഗ് പെർ ഷെയർ EPS കാണിക്കുന്നത് -19.04 രൂപയാണ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് RONW കാണിക്കുന്നത് -22.16%. അസറ്റ് വാല്യൂ NAV കാണിക്കുന്നത് 84.16 രൂപ പെർ ഷെയറാണ്. സഫയർ ഫുഡ്സ് IPOയുടെ റിസർവേഷൻ പാറ്റേൺ നോക്കാം. QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് 75%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 15%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 10% ഓഹരികളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കമ്പനിക്ക് 2 പ്രൊമോട്ടേഴ്സാണുള്ളത്. അതിലൊന്നാമത്തത് QSR മാനേജ്മെൻറ്റ് ട്രസ്റ്റും രണ്ടാമത്തത് സഫയർ ഫുഡ്സ് മൗറീഷ്യസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 2 പേരുമാണ് കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളത്. BOFA സെക്യൂരിറ്റീസ് ഇന്ത്യ ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, IIFL സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 4 പേരാണ് IPOയുടെ ലീഡ് മാനേജേഴ്സ് ആയിട്ടുള്ളത്. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് സഫയർ ഫുഡ്സ് IPOയുടെ രജിസ്ട്രാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സഫയർ ഫുഡ്സിൻ്റെ IPOനെ കുറിച്ച് പറയാനുള്ളത്. എം ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസ് എടുത്ത് വരുന്ന മറ്റൊരു കമ്പനിയാണ് സഫയർ ഫുഡ്സ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ബിസിനസ് മോഡലാണെങ്കിലും കമ്പനി ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IPOയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ സഫയർ ഫുഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഈ ഒരു കമ്പനീൻ്റെ IPOനെ കുറിച്ച് ചെയ്ത് ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓഹരി വിപണിയിലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്